ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിൻ്റെ ലോകകപ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കോപ്പ അമേരിക്ക USA-ൽ ഫിസിൽ മുഴങ്ങുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കേരളത്തിൻ്റെ കാൽപന്ത് ആരാധകർ കാത്തിരിക്കുന്ന കാൽപന്തിന് ആവേശത്തിന് തീപിടിക്കുന്ന കാലവർഷ രാത്രികളായിരിക്കും ഈ തവണ തീർച്ച. അതെ, കളിയും കാര്യവും അറിഞ്ഞ് കളിച്ചാൽ മാത്രമേ ലാറ്റിൻ അമേരിക്കൻ രാജാക്കന്മാരാകാൻ സാധിക്കൂ. കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കുവാൻ വേണ്ടി ചിറക് വിരിച്ചു നിൽക്കുന്ന താരപ്പൂന്തോട്ടത്തിൽ അപ്രതീക്ഷിതമായി ഉദിച്ചുയരുന്ന താരങ്ങളെ കാണാൻ ആരാധകരും. ഇനിയുള്ള ദിനങ്ങൾ അത് കാൽപന്ത് പ്രേമികൾക്ക് സ്വന്തമായ മനോഹരമായ രാവുകളാണ്. നയനമനോഹരമായ കാൽപന്തിൻ്റെ വശ്യതകൾ കൊണ്ട് ആർത്തുല്ലസിക്കാൻ കോപ്പ അമേരിക്കയും. ലോക ഫുട്ബോളിൻ്റെ പ്രവചനങ്ങൾക്കതീതമായി സുന്ദര പോരാട്ട ഭൂമിയിൽ കാൽപന്തിൻ്റെ യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ ചരിത്രത്തിൻ്റെ തനിയാവർത്തനമോ മാറ്റത്തിൻ്റെ പുതുചരിത്രമോ രചിക്കുവാൻ വേണ്ടി ഒരൊറ്റ ലക്ഷ്യത്തിനായി കാൽപന്തിൻ്റെ പച്ചപ്പ് നിറഞ്ഞ പുൽമൈതാനങ്ങളിൽ പോരടിക്കാൻ തയ്യാറാകുന്ന കാൽപന്തിൻ്റെ പട്ടാളക്കാർ. കാൽപന്തിനെ ഹൃദയത്തിൽ ആവാഹിച്ച കാൽപന്തിൻ്റെ ആരാധകർക്ക് കൈയും മനസ്സുമൊക്കെ കാൽപന്താകുന്ന കാഴ്ച. വെൽക്കം ടു പ്രോ മലയാളി. ലോകത്തിലെ ഏറ്റവും പഴക്കം ചേർന്ന അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റ്, പാരമ്പര്യവും പഴക്കവും കൊണ്ട് 100 വർഷം തികയുന്ന ആദ്യ രാജ്യാന്തര ഫുട്ബോൾ ടൂർണമെന്റ്, ലാറ്റിൻ അമേരിക്കയുടെ ചാമ്പ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ടൂർണമെന്റ്. ലാറ്റിൻ അമേരിക്ക കാൽപന്തിന്റെ വശ്യതയും സൗന്ദര്യവും സർഗാത്മകതയും കരുത്തും ഇടകലർന്ന തെക്കൻ അമേരിക്കയുടെ ലോകകപ്പ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അർജന്റീനയുടെ സ്വാതന്ത്ര്യ ശതാബ്ദിയുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച് 1916 ഒരു രാജ്യാന്തര ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുകയും പിന്നെ കാലത്തിന്റെ ദിശ അനുസരിച്ച് കോപ്പ അമേരിക്ക എന്ന കാൽപന്ത് മാമാങ്കമായി അത് പരിവർത്തനപ്പെടുകയും ചെയ്തു. കേരളീയ മണ്ണിലെ കാൽപന്ത് ആരാധകർ വാതോരാത്ത വാതോരണികളും അടങ്ങാത്ത പോർവിളികളും കട്ടൗട്ടുകളുമായി സ്വന്തം ടീമിനെ ഹൃദയത്തുടുപ്പിലാക്കി. മൈലുകൾക്കപ്പുറം കണ്ണെത്താ ദൂരത്ത് നടക്കുന്ന കാൽപന്താവേശത്തിൽ അവർ അലിഞ്ഞു ചേരുകയാണ്. അർജന്റീനയും ബ്രസീലും പെറുവും മെക്സിക്കോയും ഇക്വഡോറും കൊളംബിയയും പരയുഗയും കോസ്റ്റാറിക്കയും USA-യും തുടങ്ങി കാൽപന്തിന്റെ വമ്പന്മാരുടെ കാത്തിരിപ്പ്. അർജന്റീനയുടെ ലയണൽ മെസ്സിയിൽ തുടങ്ങി കാൽപന്തോളം വളർന്ന പ്രതിഭകൾ മാറ്റടിക്കുന്ന ഈ കാൽപന്തിന്റെ പുൽമൈതാനങ്ങളിൽ കിരീടം നിലനിർത്താൻ സാക്ഷാൽ സ്കലോണിയുടെ അർജന്റീന തയ്യാറെടുക്കുമ്പോൾ മനസ്സിന്റെ പ്രതികാരദാഹവുമായി കഴിഞ്ഞ കോപ്പയിൽ അവസാന പോരാട്ടത്തിൽ പൊരുതി വീണ മണ്ണിൽ നിന്ന് ആവേശം വാനോളം ഉയർത്തി പുതുമുഖങ്ങളുടെ സാമ്പാ നൃത്ത ചുവടുകളുമായി പോരാട്ടവീര്യം കൈവിടാതെ ബ്രസീലും എവിടെയോ നഷ്ടപ്പെട്ടു പോയ ആ പ്രതാപകാലം തിരിച്ചുപിടിക്കുവാൻ വീണ്ടും ഒരു വസന്തകാലം കൊണ്ടുവരാൻ ഉറുഗ്വേയും തയ്യാറെടുക്കുമ്പോൾ വിളിപ്പാടകലെ നിൽക്കുന്ന ദിനങ്ങൾ നേർക്കാഴ്ചയായി നമുക്ക് കാണാം. വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച സമ്മാനിക്കാൻ ലാറ്റിൻ അമേരിക്കൻ മാമാങ്കം. പച്ചപ്പ് നിറഞ്ഞ പുൽമൈതാനങ്ങളിൽ കാൽപന്തിന്റെ രാജാക്കന്മാർ ഏറ്റുമുട്ടുമ്പോൾ നേരിൽ ആസ്വദിക്കാൻ പോകുന്ന നിമിഷങ്ങളെ എങ്ങനെയാണ് വർണ്ണിക്കാൻ കഴിയുക? ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ പരസ്പരം വെടിയുയർത്തുന്ന പോരാട്ടകാലത്തിന് വരവായി. USA-യുടെ മണ്ണിൽ വീണ്ടും ഫിസിൽ മുഴങ്ങുമ്പോൾ വീണ്ടും ഒരു മഹായുദ്ധകാലത്തിലേക്കാണ് നാം തിരിഞ്ഞു പോകുന്നത്. ലാറ്റിൻ അമേരിക്കയുടെ തെരുവീതികളെ പ്രകമ്പനം കൊള്ളിപ്പിക്കാൻ കോപ്പ അമേരിക്ക വരവായി. അർജന്റീന കിരീടം നിലനിർത്തുമോ? ബ്രസീലിൻ്റെ സാമ്പാത്താളം മുഴങ്ങുമോ? അതോ മറ്റുള്ളവർ കിരീടം നേടുമോ? യുറുഗ്വേ പഴയ പ്രതാപകാലത്തിലേക്ക് തിരിച്ചു വരുമോ? അങ്ങനെ അനവധി ചോദ്യങ്ങൾ. കഴിഞ്ഞ കോപ്പ അമേരിക്കയുടെ കലാശ പോരാട്ടത്തിൽ സാക്ഷാൽ ലയണൽ മെസ്സിയുടെ അർജന്റീനയോട് അവസാന നിമിഷം പരാജയപ്പെട്ട ബ്രസീൽ മുതൽ തങ്ങളുടെ നാട്ടിൽ നടക്കുന്ന കോപ്പ അമേരിക്ക സ്വന്തമാക്കാൻ USA വരെ ഒരുങ്ങിക്കഴിഞ്ഞു. വായു നിറച്ച തൂവൽപന്തിന് പിന്നാലെ നിലം തൊടാതെ ഓടുന്ന കാൽപന്തിൻ്റെ പന്താട്ടക്കാർ തട്ടിയും മുട്ടിയും നിറയൊഴിച്ചും വെട്ടിച്ചും ലക്ഷ്യസ്ഥാനത്തേക്ക് നിറയൊഴിക്കുമ്പോൾ തടഞ്ഞും തട്ടിത്തടഞ്ഞും ഇടങ്കാലിട്ട് വീഴ്ത്തിയും ലക്ഷ്യസ്ഥാനത്തെ തകർക്കുവാൻ എതിരാളികളും ഒന്നിക്കുമ്പോൾ ഇനി കാത്തിരിപ്പിൻ്റെ ദിനരാത്രങ്ങളാണ്. ഉറക്കമില്ലാത്ത രാത്രികൾ സ്വീകരിക്കാൻ കാൽപന്ത് ആരാധകർ സജ്ജമായിരിക്കുന്നു. കാൽപന്ത് പോരാട്ടത്തിൽ ആര് വീഴും ആര് വാഴും എന്നത് കണ്ടറിയാം. അടിപതറാതെ കാൽപന്തിൻ്റെ രണാങ്കണങ്ങളിൽ ആരൊക്കെ അടിയുറച്ചു നിൽക്കുമെന്നതും നമുക്ക് കണ്ടറിയാം.